ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂരിൻ്റെയും തൃപ്രയാറിൻ്റെയും ഇടയ്ക്കുള്ള ചന്ദ്രാപിന്നി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എറണാകുളത്തിൽ നിന്ന് മലപ്പുറം പോകുമ്പോഴാണ് ഞാൻ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു തോട്ടം കണ്ടല്ലേ, ഇതൊരു വെറൈറ്റി 10 മണിച്ചെടിയുടെ ഒരു തോട്ടമാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള 10 മണി മുല്ലകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതിലെ വണ്ടി കൊണ്ട് പോയപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടെന്ന് വണ്ടി സൈഡാക്കിയതാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കട്ടോ. ഇത് കണ്ടില്ലേ, ഒരുപാട് വെറൈറ്റി ഐറ്റംസാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഇവിടെ പരിപാലിച്ച് വരുന്നുണ്ട്. ഇതുപോലൊരു 10 മണിപ്പൂവിൻ്റെ തോട്ടം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഒരുപാട് പൂക്കളുടെ തോട്ടം കണ്ടിട്ടുണ്ട്. മല്ലികപ്പൂവ്, അതുപോലെ തന്നെ സൂര്യകാന്തി, മുല്ലപ്പൂ കൃഷി തോട്ടമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ 10 മണിച്ചെടിക്കായിട്ടൊരു തോട്ടം ഞാൻ ആദ്യമായി കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കണ്ടില്ലേ, എന്ത് ഭംഗിയേറെ കാണാൻ. പല പല വെറൈറ്റി ഐറ്റംസാണ് ഈ ഒരു തോട്ടത്തിലുള്ളത്. അതിൽ വിദേശിയുണ്ട്, സ്വദേശിയുണ്ട്. ഈ ഒരു ഐറ്റം കണ്ടില്ലേ, ഇതാണ് സെൻട്രല. ഇത് ഒരു കൊമ്പിന് 10 രൂപയാണ് വരുന്നത്. നല്ല വെറൈറ്റി അടിപൊളി സ്റ്റൈലാണ്. ചേച്ചാ, അതല്ല ജംബോ? ആ വലിയ പൂവാണ് ജംബോ അല്ലേ? ആ, അത് കാണിച്ചു തരുമോ? ഞാൻ ജംബോ എന്ന് കേട്ടിട്ടില്ല. ജംബോ സർക്കസ് കേട്ടിട്ടില്ലേ? ഈ വിടർന്ന് കാണുന്നു. അതാണ് ജംബോ. 7 കളർ ജംബോ ഉണ്ട്. അപ്പോൾ ഇതാണ് ജംബോ. ഇത് 7 കളറുണ്ട്. ഈ ഒരു ചെടിത്തോട്ടം മൊത്തത്തിൽ നടന്ന് കാണുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ ഒരു ചെടിത്തോട്ടം ഒന്ന് പെട്ടെന്ന് കണ്ടുവരേ. ചേച്ചി, ഈ സ്ഥലപ്പേര് ഒന്നും കൂടി പറയോ? ചന്ദ്രാപിന്നി. ഇത് കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂരിനും തൃപ്രയാറിനും ഇടയിലുള്ള സ്ഥലം. എന്താണ് ചന്ദ്രാപിന്നി? ചന്ദ്രാപിന്നി. ആ, ഓക്കെ. ശരി. എന്നാ ശരി, ഇനി വരുമ്പോ കയറാ വാങ്ങാം. ഞങ്ങൾ മലപ്പുറം പോകുന്നോണ്ട് തിരിച്ചു വരുമ്പോ വാങ്ങാം.